നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് വിസ സംബന്ധിച്ചും പാസ്പോർട്ട് പ്രക്രിയകൾ സുഗമമാക്കുന്നതും ലക്ഷ്യമിട്ട് സൗദിയിൽ പുതിയ ഇലക്ട്രോണിക് സേവനങ്ങൾ ഏർപ്പെടുത്തുന്നതായി ആഭ്യന്തരമന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻ നൈഫ് അറിയിക്കുകയുണ്ടായി. ഇത് സൗദി പൗരന്മാർക്കും പ്രവാസികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ അബ്ഷിർ വഴിയായിരിക്കും നടപ്പാക്കുക. വ്യക്തികൾ, ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവർക്കും ഉപയുക്തമാകുമെന്ന് സൗദി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സൗദി പാസ്പോർട്ട് വിഭാഗവും ഇത് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇത് പ്രകാരം പ്രവാസികൾക്ക് അവരുടെ താമസരേഖ, അതായത് ഇഖാമ, ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴി പുതുക്കാൻ സാധിക്കും. രാജ്യത്തിന് പുറത്തേക്ക് കടക്കുന്നതിനുള്ള എക്സിറ്റ് റീ എൻട്രി വിസ നീട്ടാനും ഒരു കാലയളവിലേക്ക് അന്തിമ എക്സിറ്റ് വിസകൾ നേടാനും കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കി. 15 വയസ്സോ അതിൽ താഴെയോ പ്രായപൂർത്തിയാകാത്ത സൗദി പൗരന്മാർക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിനും പുതുക്കാനും ഈ സേവനങ്ങൾ അനുവദിക്കുന്നു. നേരിട്ട് കാര്യാലയങ്ങളിൽ പോകാതെ നിർദ്ദിഷ്ട സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും പൗരന്മാർക്കും പ്രവാസികൾക്കും ജവാസത്തുമായി ആശയവിനിമയം നടത്തുന്നതിനും ഈ സേവനങ്ങൾ സഹായിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം G20 ഉച്ചകോടിക്ക് ആതിഥ്യം അരുളുന്നതിന്റെ സ്മാരകമായി സൗദിയിൽ ഇന്നു മുതൽ പുതിയ 20 റിയാൽ നോട്ട് പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ബാങ്ക് സമ അറിയിച്ചു. ഹിജ്റ 1/7/1379 പുറപ്പെടുവിച്ച സൗദി പണവ്യവസ്ഥ ആർട്ടിക്കിൾ 4 അടിസ്ഥാനമാക്കിയാണ് കറൻസി പുറത്തിറക്കുന്നത് സൗദി അറേബ്യൻ മോണിറ്ററി അതോറിറ്റി പറഞ്ഞു. അതിനൂതനമായ സാങ്കേതിക വിദ്യയും ഏറ്റവും പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ചാണ് നോട്ട് അച്ചടിച്ചിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. പർപ്പിൾ നിറത്തിലാണ് രൂപകൽപ്പന. G20 ലോഗോയെ അനുസ്മരിപ്പിക്കുന്ന മുദ്രയോടൊപ്പം സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ചിത്രമാണ് നോട്ടിന്റെ ഒരു ഭാഗത്തുള്ളത്. മറുവശത്ത് G20 രാജ്യങ്ങൾ വ്യത്യസ്ത നിറത്തിൽ ചിത്രീകരിക്കുന്ന ലോക ഭൂപടവും ഉൾക്കൊള്ളുന്നു. ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യമെന്ന നിലയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക വളർച്ചയുടെ പ്രതീകങ്ങളായ ഓർമ്മസ്തംഭങ്ങളായി സൗദി അറേബ്യയെ അടയാളപ്പെടുത്തുകയും ചെയ്തതായി സമ വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.